കൃപ ലഭിച്ചവളെ, നിനക്ക് വന്ദനം. കർത്താവ് നിന്നോട് കൂടെയുണ്ട്. ഇതെന്താണ്? എന്തൊരു വന്ദനം! മറിയേ, ഭയപ്പെടേണ്ട. നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും. അവന് യേശു എന്ന് പേർ വിളിക്കും. അവൻ വലിയവനാകും. അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. കർത്താവായ ദൈവം അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും. അവൻ യാക്കോബ് എന്ന ഗൃഹത്തിൽ എന്നേക്കും രാജാവായിരിക്കും. അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയില്ല. ഞാൻ പുരുഷനെ അറിയായക കൊണ്ട് ഇതെങ്ങനെ സംഭവിക്കും? പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നേരിടും. ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമാവുകയില്ല. ഇതാ, ഞാൻ നിന്റെ ദാസി. അവിടുത്തെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ. എനിക്ക് വിവാഹം നിശ്ചയിച്ചിരിക്കുന്ന സ്ത്രീ ഗർഭിണിയോ? അവൾക്ക് അപവാദം വരാതിരിക്കാൻ ഞാൻ അവളെ ഗൂഢമായി ഉപേക്ഷിച്ചാലോ? യോസഫേ, നീ വ്യാകുലപ്പെടേണ്ട. നിനക്ക് വിവാഹം നിശ്ചയിച്ചവളിൽ ഉത്പാദിതമായ ശിശു പരിശുദ്ധാത്മാവിനാൽ ആകുന്നു. അവളെ സ്വീകരിക്കുവാൻ നീ സംശയിക്കേണ്ട. അവൾ ഒരു മകനെ പ്രസവിക്കും. അവൻ ഇമ്മാനുവൽ എന്ന് പേർ വിളിക്കണം. അവനാകുന്നു യേശു. എല്ലാവരും പേര് ചാർത്തണം എന്ന രാജകൽപ്പനയുണ്ട്. നമുക്കും അതിനായി പട്ടണത്തിലേക്ക് പോകണം. നമുക്ക് ബേത്ലഹേം എന്ന യഹൂദ പട്ടണം വരെ പോകണം. അയ്യോ, നാം ബേത്ലഹേമിൽ എത്തിയല്ലോ. എനിക്ക് തീരെ വയ്യ. എനിക്ക് വേദനിക്കുന്നു. ഞാനിവിടെ നിനക്ക് വിശ്രമിക്കുവാൻ സ്ഥലം അന്വേഷിക്കട്ടെ. എവിടെയും സ്ഥലമില്ല. നമുക്ക് കാലികളുടെ ഒരു തൊഴുത്തിൽ അല്പം സ്ഥലം കിട്ടി. അവിടേക്ക് പോകാം. സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് പറയുന്നു. ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ബത്ലഹേം എന്ന ദാവീദ് രാജാവിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. നിങ്ങൾക്കുള്ള അടയാളമോ, ശീലകൾ ചുറ്റി പശുത്തൊട്ടിയിൽ കിടക്കുന്ന ഒരു ശിശുവിനെ കാണാൻ പോകുമ്പോൾ ഒരു നക്ഷത്രം നിങ്ങളെ വഴികാട്ടും.